നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 3 ഭൃംഗാസുര പിറവിയുടെ തുടർഭാഗം കേൾക്കുക. 32-ാം ദിനത്തിൽ കൂടാതെ അത്യാഗ്രഹിയായ ഭൃംഗൻ മറ്റൊരു വരം കൂടി ബ്രഹ്മാവിൽ നിന്നും കരസ്ഥമാക്കി. അതോടൊപ്പം 10 ദിവ്യാസ്ത്രവും തൻ്റെ ജീവനെ 2ആയി ഭാഗിച്ച് പാതി ഇടനെഞ്ചിലും പാതി വലത്തും നെഞ്ചിലും സ്ഥാപിക്കുവാൻ ഭൃംഗൻ അപേക്ഷിച്ചു. ബ്രഹ്മാവ് ആ വരവും നൽകി. വരബലം കൈവശപ്പെടുത്തിയ ഭൃംഗൻ അഹങ്കാരിയും വളരെ ദുഷ്ടനുമായ അസുരനായി തീർന്നു. ഭൃംഗന്റെ ചിന്ത മറ്റൊന്നായിരുന്നു. പ്രസവിക്കാൻ കഴിയാത്ത പാർവതി ദേവി എങ്ങനെ തൻ്റെ ഉദരത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകും? അപ്പോൾ ഞാൻ ചിരഞ്ജീവി തന്നെ. ബ്രഹ്മദേവന്റെ മണ്ടത്തരത്തിൽ തനിക്ക് മഹത്തായ വരമാണ് കിട്ടിയതെന്ന് കരുതി ഭൃംഗൻ അഹങ്കരിച്ചു. അകാരണത്താൽ താപസ ശ്രേഷ്ഠന്മാരുടെയും മറ്റു സന്യാസി വര്യന്മാരുടെയും തപസ്സും ഹോമങ്ങളും മുടക്കി കൂടെ അവരുടെ പത്നിമാരെ ധിക്കരിക്കുകയും നിരവധി കന്യകമാരെ നശിപ്പിക്കുകയും ചെയ്തു. ഭൂലോകത്ത് മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി. അഹങ്കാരം മൂത്ത് ഭൃംഗാസുരൻ ദേവലോകം ആക്രമിക്കുകയും ദേവന്മാരെയും ദേവസ്ത്രീകളെയും നിഗ്രഹിക്കുകയും ചെയ്തു. ഭൃംഗാസുരന്റെ പരാക്രമം സഹിക്കാതായപ്പോൾ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഭൃംഗാസുരന്റെ വരബലം മനസ്സിലാക്കിയ മഹാവിഷ്ണുവും ദേവന്മാരും കൈലാസത്തിൽ ചെന്ന് സങ്കടമുണർത്തിച്ചു. മഹാദേവൻ പറഞ്ഞു, ഭൃംഗാസുരനെ മാത്രം പോരാ, അത്യുഗ്രശക്തികളായ മഹിഷിയെയും ജലന്ധരനെയും നിഗ്രഹിക്കാൻ തക്ക ശക്തിയുള്ള മായാശക്തിക്ക് പിറവിയുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചു. ഇത് കേട്ട് സന്തുഷ്ടരായ ദേവഗണങ്ങൾ അവിടെ നിന്നും മടങ്ങി. കാട്ടിലെ തൻ്റെ ഉറ്റത്തോഴനും ജ്യേഷ്ഠനുമായ കരിങ്കുട്ടിയാണ് സ്വാമിയുടെ കൂട്ട്. കൂളിവാക മാതാവിൻ്റെ ജ്യേഷ്ഠത്തിയായ കരിനീലിയുടെ മൂത്ത മകനാണ് കരിങ്കുട്ടി. സ്വാമി എന്തിനുമേതിനും കരിങ്കുട്ടിയെ കൂടാതെ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. കാട്ടിൽ എല്ലാവരുടെയും ആരാധനയായ സ്വാമിയുടെ കീർത്തി ദേവർഷിയായ നാരദ മഹർഷിയുടെ കർണങ്ങൾക്കും അമൃതമായി. ഈ ഒരു അവസരം നാരദർ ശരിയായി വിനിയോഗിച്ചു. ഭൃംഗാസുരന്റെ വരബലത്തിനൊത്ത ഒരു ബാലനാണ് കൂളിക്കുന്തവനത്തിൽ വളരുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഉടനെ ഭൃംഗാസുരന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവിടെ നാരദ മഹർഷിയെ ഗംഭീരമായി ഭൃംഗാസുരൻ സൽക്കരിച്ചു. സൽക്കാരങ്ങൾക്ക് ശേഷം ഭൃംഗന് അനുയോജ്യമായ സുന്ദരിയെ താൻ കണ്ടുവച്ചിട്ടുണ്ടെന്നും അവൾ കൂളിക്കുന്തവനത്തിലെ കുക്കുന്തരൻ എന്ന വനരാജാവിൻ്റെ മകളായ കൂളിവാക പെണ്ണാണെന്നും ദേവലോക സ്ത്രീകൾ പോലും ഇത്രയ്ക്ക് സൗന്ദര്യമില്ലെന്നും അറിയിച്ചു. ശക്തരിൽ ശക്തനാണ് അങ്ങെങ്കിലും കൂളിവാക പെണ്ണിനെ പ്രാപിക്കുക എന്ന കാര്യം അസാധ്യമാണെന്ന് നാരദർ അറിയിച്ചു. ഇത് കേട്ട മാത്രയിൽ തന്നെ ഭൃംഗൻ രോഷാകുലനായി. ദേവലോകത്ത് പോലും കിടുകിട വിറപ്പിച്ച തനിക്ക് ഒരു കാട്ടുപെണ്ണിനെ പ്രാപിക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യം മാത്രമാണ്. ഉടനെ തന്നെ കൂളിവാക പെണ്ണിനെ ബന്ധസ്ഥനാക്കിക്കൊണ്ട് വരുവാനായി അസുരപ്പടയോട് ഭൃംഗൻ ആജ്ഞാപിച്ചു. തുടർന്ന് നാളെ കേൾക്കുക.